ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണവും അതുപോലെ തന്നെ കുടവയറും അല്ലെ, ബെല്ലി ഫാറ്റ്. അതിനുള്ളൊരു പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഇവിടെ നമ്മുടെ ബെല്ലി ഫാറ്റ് റിമൂവ് ചെയ്യാനുള്ള ഡ്രിങ്ക് ഇവിടെ ഉണ്ട് കേട്ടോ. എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റും ഒന്നും ഒരുപാട് ചെയ്യാൻ പറ്റാത്തവർക്ക് പോലും ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കുക്കുംബർ ഉപയോഗിച്ചിട്ടാണ്. കുക്കുംബറിൻ്റെ നമ്മൾ തൊലിയോടുകൂടി വേണമെങ്കിൽ എടുക്കാം, നന്നായിട്ട് കഴുകി എടുക്കണമെന്ന് മാത്രം. അപ്പം ഞാനിതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ കുക്കുംബർ ആയതുകൊണ്ട് തന്നെ ഞാൻ തൊലി ചെത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മളിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് തൊലിയൊക്കെ ചീവി നമ്മൾ കഴുകിയെടുത്ത് ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം, അത് ഞാൻ പറയാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അര നാരങ്ങയുടെ നീരാണ്. നമ്മളിതിലേക്ക് അര നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രിയാണ് കഴിക്കാൻ സൗകര്യമെങ്കിൽ, ഉണ്ടാക്കി കഴിക്കാൻ സൗകര്യമെങ്കിൽ രാത്രി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം. ആ ഒരു രീതിയിൽ PCOD ഉള്ളവർക്കും PCOSന്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഇറഗുലർ പീരിയഡ്സ് ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം. നമ്മുടെ ഈ ഒരു കുക്കുംബർ ജ്യൂസ് നമ്മളിപ്പോൾ അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറുള്ളവർക്ക്, ബെല്ലി ഫാറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തവർക്ക് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് ഇഞ്ചി ഒഴിവാക്കിയിട്ട് കുടിക്കാം. ആ ഒരു രീതിയിൽ തണുത്ത വെള്ളമൊക്കെ ചേർത്തിട്ട് നാരങ്ങാനീര് ചേർത്ത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ടേസ്റ്റ് മാത്രമല്ല, ടേസ്റ്റിൻ്റെ എല്ലാ പ്രധാനം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ആ ഒരു രീതിയിലാണ് കുടവയറ് കാര്യങ്ങളൊക്കെ ഉള്ളവർ കഴിക്കേണ്ടത്. കുക്കുംബർ ജ്യൂസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, ഓവറായിട്ടുള്ള അളവിൽ കുക്കുംബർ ജ്യൂസ് കഴിക്കാൻ പാടില്ല. ഒരു കുക്കുംബറിൻ്റെ പകുതി, അത് ചെറിയ കുക്കുംബറിൻ്റെ കഴിച്ചാൽ മതി. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ വേണം നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാനായിട്ട്. ഒരിക്കലും വാടിയ കുക്കുംബർ ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വെയിറ്റ് ലോസിനായിട്ട് കുക്കുംബർ ജ്യൂസ് കഴിക്കുമ്പോൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. പിന്നെ ഒരു കാര്യം, വൃക്ക സംബന്ധമായ രോഗങ്ങളുള്ളവർ ഈ ഒരു ജ്യൂസ് ഒഴിവാക്കുക. ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ കുക്കുംബർ. അപ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്, ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ഇത് പച്ചയ്ക്ക് സാലഡായിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ നമുക്ക് ഏതാണോ നമ്മുടെ ശരീരത്തിന് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് അതേപോലെ കഴിക്കാം. പ്രമേഹമുള്ളവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് നല്ലതാണ്. അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.